അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1252, സൂറത്തുൽ അംഫാൽ 5-6 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക്, തങ്ങളെ തങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലാഹു തആല പുറത്തിറക്കിയതുപോലെ ആണിതും. ബിൽ ഹഖ്, സത്യസമേതം. വ ഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്നൊരു വിഭാഗം ലകാരിഹൂൻ, അതിനെ വെറുക്കുന്നവരായിരിക്കെ. യുജാദിലൂനക ഫിൽ ഹഖ്, സത്യത്തിൽ അവർ തങ്ങളോട് തർക്കിക്കുന്നു. ബഅദമാ തബയ്യന, അത് വ്യക്തമായതിനു ശേഷം. കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻളുറൂൻ, അവർ നോക്കിക്കൊണ്ടിരിക്കെ അവർ മരണത്തിലേക്ക് തെളിക്കപ്പെടുന്നത് പോലെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബദർ യുദ്ധത്തിൽ ലഭിച്ച സമരാർജിത സ്വത്തുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കിടയിൽ തർക്കമുണ്ടായപ്പോൾ ആ തർക്കത്തിന്റെ പരിഹാരത്തിന്, അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ നിർദ്ദേശിച്ച സംഭവമാണല്ലോ നേരത്തെ പറഞ്ഞത്. അതിന്റെ ഒരു തുടർച്ച എന്നോണം തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അനുബന്ധമായിട്ട് തന്നെയാണ് ഈ പറയുന്നതും എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കമാ അഖ്റജക റബ്ബുക, തങ്ങളുടെ നാഥൻ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയതുപോലെയാണിതും എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞത് സമരാർജിത സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധമായി വിശ്വാസികൾക്കിടയിൽ തർക്കമുണ്ടായല്ലോ. ആ തർക്കമുണ്ടായപ്പോൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവും അവന്റെ റസൂലുമാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ രത്നിപ്പും യോജിപ്പും നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും, അള്ളാഹുവിനെ ഭയപ്പെട്ടവർ ജീവിക്കണമെന്നും, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന ഡ്യൂട്ടിയാണ് അവർക്കുള്ളതെന്നും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ആ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പൂർണ്ണമായ പരിഹാരമുണ്ടായല്ലോ. എന്നതുപോലെ മറ്റൊരു തർക്കമുണ്ടായി സഹാബത്തിന്റെ ഇടയിൽ. അഥവാ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൽ അത് അങ്ങനെ തന്നെ വേണോ എന്ന് ഒരു സന്ദേഹം പ്രകടിപ്പിച്ചു. ആ പ്രകടിപ്പിച്ച വിഷയത്തിലും ആത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കും മുസ്ലിമീങ്ങൾക്കും ഗുണകരമായ ഒരു നിലപാടിലേക്ക് അവരുടെ തീരുമാനത്തെ എത്തിക്കുകയും അതിലവരെ ഒന്നിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, അവർക്കിടയിലുണ്ടായ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഏറെ നേരത്തേക്ക് നീണ്ടു നിൽക്കാതെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അത് അസ്തമിച്ചു പോകുന്ന ഒരു സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്നർത്ഥം. അതുകൊണ്ടാണ് ഇബ്നു കസീർ തന്റെ തഫ്സീറിലൂടെ വിശദീകരിച്ചത് കാണാം. ഫമാന ഹാദാ കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക, തങ്ങളുടെ വീട്ടിൽ നിന്ന് തങ്ങളുടെ നാഥൻ തങ്ങളെ സത്യം കൊണ്ട് പുറപ്പെടുവിച്ചതുപോലെയാണ് ഈ സംഭവം. വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, വിശ്വാസികളിൽ ഒരു വിഭാഗം അത് വെറുക്കുന്നവരായിരിക്കെ. എന്തിനാണ് അങ്ങനെ എന്ന് അവർക്ക് ചിന്ത വന്നിരുന്നു എന്നർത്ഥം. എന്നിട്ടും അവരെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ റൂട്ടിൽ യോജിപ്പിച്ചു. അപ്പോൾ മഅനാ ഹാദാ, ഈ പറഞ്ഞതിന്റെ കമാ അഖ്റജക എന്ന ഈ താരതമ്യ പഠനത്തിന്റെ അർത്ഥം എന്താ? അന്നല്ലാഹ തആല യഖൂലു, അല്ലാഹ് പറയാണ്, കമാ അന്നക്കും ലമ്മഖ്തലഫ്തും ഫിൽ മഗാനിമി വതശാഹഹതും ഫീഹാ ഫന്തസഅഹ അല്ലാഹു മിൻകും, നിങ്ങൾക്ക് സമരാർജിത സ്വത്തിനെ സംബന്ധിച്ച് തർക്കമുണ്ടാവുകയും ആ വിഷയത്തിൽ നിങ്ങൾ വല്ലാതെ കലുഷിതമായ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും അതിന്റെ ക്ലൈമാക്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തർക്കത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി തന്നു. വജഅലഹാ ഇലാ ഖസ്മിഹി വ ഖസ്മി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ഓഹരി ചെയ്യാനുള്ള അധികാരം അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തു. ഫഖസമഹാ അലൽ അദ്ലി വതസ്വിയ, എന്നിട്ട് സമമായി അത് ഓഹരി ചെയ്യുന്ന സംവിധാനമുണ്ടായി. ഫകാന ഹാദാ ഹുവൽ മസ്ലഹത്ത താമ്മത ലക്കും,
അത് നിങ്ങൾക്ക് പൂർണ്ണമായ നന്മയായി പര്യവസാനിക്കുകയും ചെയ്തു. വകദാലിക ഇപ്രകാരം, അതാണ് ഇനി പറയുന്ന കാഫിന്റെ അർത്ഥത്തിന്റെ ചുരുക്കം. ഇപ്രകാരം ലമ്മ കരിഹ്തുമുൽ ഖുറൂജ ഇലൽ അഅദാഇ, ശത്രുക്കളിലേക്ക് പുറപ്പെടലിനെ നിങ്ങൾ വെറുത്തപ്പോൾ, മിൻ ഖിതാലിൻ ദാത്തി ശൗക, നല്ല ശക്തന്മാരായ ഒരു വിഭാഗത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള ശത്രുക്കളോട്, ആ ശത്രുക്കളിലേക്ക് പുറപ്പെടലിനെ നിങ്ങൾ വെറുത്തു. അതാരാ? വഹുമുൻ നഫീറുല്ലദീന ഖറജൂ ലിനസ്രി ദീനിഹിം വഇഹ്റാജി ഗൈരിഹിം. ആ പുറപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞ വെറുത്ത ആൾക്കാർ അവരാരാ? മഹാന്മാരായ സഹാബത്ത്. അവരാരാ? ഖറജൂ ലിനസ്രി ദീനിഹിം, അവരുടെ ദീനിനെ പിന്നെ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? അവരുടെ തെറ്റായ ആശയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും അതേപോലെ അവരുടെ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും പുറപ്പെട്ട അബൂജഹൽ പ്രഭൃതികളോട്. അവരാണ് ശക്തന്മാരായ സംഘം. അതായത് അവരുടെ കയ്യിൽ എന്തുണ്ട്? ആയുധമുണ്ട്, അതേപോലെ തന്നെ അവർക്ക് ആൾബലമുണ്ട്, അവർക്ക് മറ്റെല്ലാ ഭൗതിക സംവിധാനങ്ങളും അവർക്ക് അനുകൂലമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉള്ളൊരു ടീം, ആ ടീമിനോട് യുദ്ധം ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും അതൊരു നമ്മൾ യുദ്ധത്തിന് ഒരുക്കം നടത്തിയിട്ടില്ലല്ലോ എന്ന നിലക്ക് നിങ്ങൾക്കൊരു പുറകോട്ടടി, അഥവാ അങ്ങനെ ഒരു യുദ്ധത്തിന് എങ്ങനെ പോകുമെന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നു. ഫകാന ആഖിബത്തു കറാഹത്തികും ലിൽ ഖിതാലി ബിഅൻ ഖദ്ദറഹു ലക്കും. എന്നാൽ ആ വെറുപ്പ് നിങ്ങൾക്ക് നിമിഷ നേരത്തേക്ക് ഉണ്ടായെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവരുമായുള്ള പോരാട്ടം നടത്തണമെന്ന് തന്നെ തീരുമാനമെടുത്തു. വജമഅ ബിഹി ബൈനക്കും വബൈന അദുവിക്കും അലാ ഗൈരി മിആദിൻ. അപ്രതീക്ഷിതമായ ശത്രുക്കളും നിങ്ങളും തമ്മിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന സാഹചര്യം അല്ലാഹു തആല ഉണ്ടാക്കി. റുഷ്ദൻ വഹുദൻ വനസ്റൻ വഫതഹ. ആ ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മയും സന്മാർഗവും അതേപോലെ ദൈവികമായിട്ടുള്ള സഹായവും അതുപോലെ ദൈവികമായിട്ടുള്ള വിജയവും സമ്മാനിക്കുന്ന ഒരു മഹാസംഭവമായി മാറി. കമാ ഖാല തആല, അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ സ്ഥലത്ത്, കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സൂറത്തുൽ ബഖറ 2-ാം അധ്യായത്തിന്റെ 216-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെയാണ് ഇവിടെ പറയുന്നത്. കുതിബ അലൈക്കുമുൽ ഖിതാൽ, അവിടെ അല്ലാഹു പറഞ്ഞെന്താ? നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടു. വഹുവ കുർഹുൽ ലക്കും, യുദ്ധമെന്ന് നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള സംഗതി ആയിരുന്നില്ല. എന്നാൽ വഅസാൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വെറുക്കുന്ന ചില സംഗതികളും നിങ്ങൾക്ക് ഗുണമായി ഭവിച്ചേക്കും. അതേസമയത്ത് വഅസാൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില സംഗതികൾ നിങ്ങൾക്ക് ദോഷമായും ഭവിച്ചേക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതിന്റെ കാരണം കാര്യങ്ങളുടെയൊക്കെ കൃത്യമായ നിജസ്ഥിതി അല്ലാഹ്ക്ക് അറിയാം, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിലവിലുള്ള സിറ്റുവേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു കണക്ക് കൂട്ടലിന് മാത്രമേ, പ്ലാനിങ്ങിന് മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയുടെ ആവശ്യമല്ല എന്ന തോന്നൽ നിങ്ങൾക്ക് വരും. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ വിളിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ട്രെൻഡ് അവിടെ ഉണ്ടാവും. എന്നാൽ ആ വെറുപ്പ് നിങ്ങൾക്ക് ഉള്ളതിനോട് കൂടെ തന്നെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് വഴങ്ങിക്കൊടുക്കുക എന്ന ഒരു സൽസ്വഭാവവും നിങ്ങൾക്കുണ്ട്. ആ സൽസ്വഭാവത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെറുപ്പുള്ള സംഗതി തന്നെ നിങ്ങൾക്ക് ഗുണകരമാക്കി മാറ്റിത്തരുന്ന അത്ഭുതം പിന്നീട് കാണാൻ സാധിക്കും. അപ്പോ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്യുന്നതിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം എന്ന ആ തീരുമാനത്തിൽ യുദ്ധത്തിൽ നേരിട്ട് സംബന്ധിച്ച ചിലർക്ക് നേരത്തെ വിഷമമുണ്ടായിരുന്നുവെങ്കിലും അത് അള്ളാഹും അവന്റെ റസൂലുമാണ് തീരുമാനിക്കേണ്ടത് എന്ന തീരുമാനം വന്നതോടുകൂടെ അവരെല്ലാവരും സമരാർജിത സ്വത്ത് അള്ളാഹും റസൂലും കാണുന്നത് പോലെ വിതരണം ചെയ്യട്ടെ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി യുദ്ധത്തിലേക്ക് അവരെടുത്തെറിയപ്പെട്ടു. വാസ്തവത്തിൽ യുദ്ധമായിരുന്നില്ല പുറപ്പെടുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം, മറിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമായിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് കച്ചവട സംഘം മിസ്സാവുകയും യുദ്ധത്തിലേക്ക് മുസ്ലിമീങ്ങൾ എടുത്തെറിയപ്പെടുകയും ചെയ്തു. ആ എടുത്തെറിയപ്പെടുന്ന ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സംഗതികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ അല്ലാഹു തആല ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായപ്പോ അതിൽ രമ്യമായൊരു പര്യവസാനം അല്ലാഹു തന്നതുപോലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട വിഷയത്തിലും ശത്രുക്കളുമായി പോരാടേണ്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും നിങ്ങൾക്ക് വിഷമമുള്ളൊരു സംഗതിയിൽ സന്തോഷകരമായ പര്യവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നോക്കൂ,
വീട്ടിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന് നാട്ടിൽ നിന്ന് പുറപ്പെടാൻ തന്നെ ഇഷ്ടമില്ലാത്ത, യുദ്ധത്തിന് വെറുപ്പുള്ളൊരു കണ്ടീഷനിൽ ജീവിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു യുദ്ധത്തിന് പോകുന്നത് എന്ന് അവര് തർക്കിക്കുന്നത് പോലെ കമാഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ്. അതിന് മറ്റൊരു അർത്ഥം പറയുന്നത് മാനാദാലിക, ഇബ്നു ജരീർ തങ്ങളും മറ്റും പറയുന്ന ഒരർത്ഥം കമാഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ്, വീട്ടിൽ നിന്ന് സത്യം കൊണ്ട് അല്ലാഹു തആല തങ്ങളെ പുറത്തിറക്കിയതുപോലെ അലാ ഖുർഹിം മിൻ ഫരീഖിൽ മുഅ്മിനീൻ, വിശ്വാസികൾ എന്നൊരു വിഭാഗത്തിന് ആ പുറത്തിറങ്ങണ തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നതിനോടുകൂടെ കദാലിക്കഹും കാരിഹൂന ലിൽ ഖിതാൽ, അവർ യുദ്ധവും വെറുത്തിരുന്നു. ഫഹും യുജാദിലൂനക ഫീഹി ബഅദ മാ തബയ്യന ലഹും, അവർക്ക് വ്യക്തമായതിനു ശേഷവും ആ യുദ്ധം എന്തിനാണ് എന്ന തർക്കം അവർ തങ്ങളോട് ഉന്നയിച്ചു. എന്നാൽ ആ തർക്കമൊക്കെ ഉന്നയിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം മഹാന്മാർ പറയുന്നത് അൻസലല്ലാഹു ഫീ ഖുറൂജിഹി ഇലാ ബദരിൻ വമുജാദലതിഹിം ഇയ്യാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടതും അതേപോലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് മുസ്ലിമുകൾക്കിടയിലുണ്ടായ തർക്കവും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ പുറപ്പെടുന്ന സമയത്ത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രമാണ് അവരുടെ മുന്നിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, എന്താണ്, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘം, ആ കച്ചവട സംഘം ഷാമിൽ നിന്ന് മടങ്ങുന്നുണ്ട്, അവരുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്. വാസ്തവത്തിൽ ആ സമ്പത്തിന്റെ മിക്ക ഭാഗവും നമ്മൾ മക്കയിൽ വിട്ടേച്ചു പോകുന്ന സമ്പത്ത് കൊള്ളയടിച്ചതാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തികമായ ഭദ്രത തകർക്കണം, മുസ്ലിമീങ്ങളുടെ സമ്പത്ത് കൊണ്ട് തടിച്ചു കൊഴുക്കുന്ന ഒരു സമീപനം, എന്നിട്ട് അതേ സമ്പത്ത് ഉപയോഗിച്ച് ഇസ്ലാമിനെ അടിക്കാനുള്ള വടിക്ക് ശക്തി കൂട്ടുന്ന പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് നമ്മൾ തടയിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കച്ചവട സംഘത്തെ നമുക്ക് പിടികൂടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലഭ്യമായ ആളുകളെയുമായി ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ പുറപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്ന് 300 ചില്ലാനും വരുന്ന സഹാബികളുമായി പുറപ്പെടുന്നത്. അവർ ബദറിലേക്കുള്ള ഭാഗത്തേക്ക് അവർ യാത്ര ചെയ്യുന്നു. അബൂ സുഫിയാനെയും സംഘത്തെയും വഴിയിൽ വെച്ച് പിടികൂടാമെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അബൂ സുഫിയാൻ തന്റെ യാത്രാസംഘത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ തികഞ്ഞ ഒരു തന്ത്രജ്ഞനായതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അറ്റാക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശത്രുക്കളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഞങ്ങൾക്ക് നേരെയുള്ള വല്ല കണ്ണുവെക്കലോ ഉണ്ടോ എന്ന നിരന്തരമായ ജാഗ്രതയോടുള്ള അന്വേഷണം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അലിമ അബൂ സുഫിയാൻ ബി ഖുറൂജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി തലബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന വിവരം അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ ലംലം ഇബ്നു അംർ എന്ന് പറയുന്ന ആളെ മക്കയിലേക്ക് ഒരു വിവരവുമായി ഒരു സന്ദേശവുമായി അബൂ സുഫിയാൻ പറഞ്ഞയച്ചു. അങ്ങനെ ചെന്നിട്ട് മക്കയിലെത്തി അദ്ദേഹം മക്കക്കാരോട് വിളിച്ചു പറഞ്ഞു, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഷാമിൽ നിന്നുള്ള കച്ചവട സംഘം വിജയകരമായി തിരിച്ചു വരുമ്പോൾ വഴിയിൽ അവർക്ക് ഭീഷണിയായി മുഹമ്മദ് നബിയും സംഘവും അവരെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു സൈനിക സന്നാഹം തന്നെ അവർ നടത്തി. ആ സൈനിക സന്നാഹത്തിൽ അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാമെന്ന വല്ലാത്തൊരു മനപ്പായസം കൊണ്ടുകൊണ്ടായിരുന്നു ആ മനുഷ്യൻ രംഗത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മക്കക്കാർക്കിടയിൽ വിളംബരം ചെയ്തു, മക്കയിലെ എല്ലാ വീട്ടിൽ നിന്നും ഈ യുദ്ധത്തിൽ ആളുകൾ സംബന്ധിക്കണം. കാരണം നമ്മുടെ ഏറെക്കുറെ എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കച്ചവട സംഘമാണ് ഈ തിരിച്ചു വരുന്നത്. അവർക്കെന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അതിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ഒരു കുടുംബത്തിൽ നിന്നും മെമ്പർമാർ ഇല്ലാതാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരാൾ യുദ്ധത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവരെ കണ്ണുപൊട്ടും വിധത്തിൽ ചീത്ത പറഞ്ഞ് യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അബൂജഹൽ നടത്തുകയാണ്. അങ്ങനെ നടത്തുന്ന അബൂജഹലിന്റെ ആ ശ്രമം ഫലം കാണുകയും യുദ്ധത്തിന് വരാൻ താൽപര്യമില്ലാത്ത മക്കയിലുള്ള ജനങ്ങൾ പോലും ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടേണ്ടി വരികയും ചെയ്തു. എന്നാൽ ഇത് മക്കയിലൊരു പടപ്പുറപ്പാട് അബൂജഹൽ നടത്തുകയും മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുകയും ചെയ്തപ്പോൾ തന്നെ അബൂ സുഫിയാനും സംഘവും സാധാരണഗതിയിലുള്ള റൂട്ടിൽ നിന്ന് മാറി മറ്റൊരു പ്രദേശത്തുകൂടെ അവർ മക്കയിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തി. മക്കയിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തിയപ്പോൾ
ഈ വിവരം അബൂജഹലിനെ അറിയിക്കുകയും മുസ്ലിമീങ്ങളെ യുദ്ധത്തിന് നിങ്ങൾ പോകേണ്ടതില്ല, തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും നമ്മളേതായാലും പുറപ്പെട്ടില്ല, ഇനി യുദ്ധം ചെയ്ത് തിരിച്ചു പോരാമെന്ന് നിർബന്ധ ബുദ്ധി അബൂജഹൽ പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് മുസ്ലിമീങ്ങളുമായി അപ്രതീക്ഷിതമായൊരു യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എടുത്തെറിയപ്പെടുന്നത്. എന്നാൽ അത്തരമൊരു കാര്യം എടുത്തെറിയപ്പെടുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകിൽ നിങ്ങൾക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ ലഭിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിന് വരുന്ന ഒരു സൈന്യത്തെ ലഭിക്കും. ഈ രണ്ടിൽ നിന്ന് ആരുമായാണ് നിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരുന്നതെങ്കിലും അവരുമായി നിങ്ങൾ സന്ധിക്കണം, അതിന്റേതായിട്ടുള്ള തീരുമാനം വരുന്നത് പോലെ പ്രവർത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാസ്തവത്തിൽ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ലിമാ യുരീദുല്ലാഹു തആല മിൻ ഇലായി കലിമത്തുൽ ഇസ്ലാമി വ നസ്രിഹിം അലാ അദുവ്വിഹിം വത്തഫ്രീഖത്തി ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ പിന്നീട് പറയുന്നുണ്ട്, അതുപോലെ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള ഒരു കൃത്യമായ വിവേചനവും, അതേപോലെ സത്യനിഷേധികൾക്കെതിരെ വിശ്വാസികൾക്കുള്ള സഹായവും, വിശുദ്ധ ഇസ്ലാമിന്റെ യശസ്സും അന്തസ്സും ഉയർത്തിപ്പിടിക്കലും, അതിനാവശ്യമായിട്ടുള്ള എല്ലാ വഴികളും ഒരുക്കുക എന്നത് ഈ യുദ്ധത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ യുദ്ധം നടക്കാതിരിക്കില്ല. ആ യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ എടുത്തെറിയപ്പെട്ടു. ആ ഒരവസ്ഥ വന്നപ്പോൾ തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പലരും യുദ്ധമോ അല്ലെങ്കിൽ കച്ചവട സംഘമോ രണ്ടിലൊന്ന് കിട്ടുമെന്ന് വന്നപ്പോ നമുക്ക് കച്ചവട സംഘത്തെ കിട്ടിയാൽ മതിയായിരുന്നു, എന്നാ പണി കുറയുമല്ലോ എന്ന ആ ഒരു ചിന്ത പലരുടെയും മനസ്സിൽ വന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പതുക്കെ കാര്യം മനസ്സിലായി. എന്താണത്? അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അഥവാ അവർ നേരെ മക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും അവരെ പിടികൂടാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ പിന്നീട് എന്താണ് വരുന്നത്? ഇനി അബൂജഹലിന്റെ നേതൃത്വത്തിൽ നമ്മളെ ഒതുക്കാൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ള ഒരു ശത്രു സൈന്യമാണ്. ആ സൈന്യവും നമ്മളുമായി കണ്ടുമുട്ടണോ? സഹാബത്തിന്റെ ഇടയിൽ മുത്തുനബി അഭിപ്രായമിടുകയാണ്. കാരണം എന്താ? യുദ്ധം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലല്ലോ പുറപ്പെട്ടത്. അതുകൊണ്ട് വേണമെങ്കിൽ ധൈര്യസമേതം പിന്മാറാം, നമുക്ക് മദീനയിലേക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിലും നമ്മളെ പിടികൂടാൻ വേണ്ടി വരുന്നൊരു കക്ഷി, ആ കക്ഷിയെ വഴിയിൽ വെച്ച് തന്നെ നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായൊരു ശ്രമം എന്ന നിലക്ക് നമുക്ക് നേരിടാം. ഈ രണ്ടിൽ നിന്ന് ഏതു പക്ഷത്ത് നിൽക്കുന്നു എന്ന് സഹാബത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടിയാലോചന നടത്തുകയാണ്. ആ കൂടിയാലോചന നടത്തുമ്പോഴാണ് ചിലർ പറയുന്നത്, നബിയെ യുദ്ധം ഉണ്ടാവുന്നൊക്കെ തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തിയിട്ട് പോരാമായിരുന്നല്ലോ. ഇപ്പൊ ആവശ്യമായ ഹോംവർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആയുധങ്ങളോ മറ്റോ ഇല്ലല്ലോ, വെറുതെ നമ്മളൊരു അപകടത്തിലേക്ക് ചെന്ന് ചാടുന്ന ബുദ്ധിമോശം ഇതുകൊണ്ട് ഉണ്ടാവില്ലേ? അതുകൊണ്ട് നമ്മൾ യുദ്ധത്തിന് പോകേണ്ടതില്ല എന്ന അഭിപ്രായം പലരും പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും അവരോട് അഭിപ്രായം ചോദിക്കുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനത്തിനോട് അനുകൂലമായി പ്രതികരിക്കുന്നു. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഇത്ര വരെ പറഞ്ഞു. എന്താ പറയുന്നത്? ഇദൻ ലാ നഖൂലു ലക യാ റസൂലല്ലാഹ് കമാ ഖാല ഖൗമു മൂസാ ലിമൂസാ. ഓ നബിയെ, അല്ലാഹു തആല തങ്ങളോട് ഈ ശത്രുക്കളുമായി പൊരുതാനാണ് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത മൂസാ നബിയോട് പറഞ്ഞതുപോലെ പറയില്ല. എന്തായിരുന്നു അവർ പറഞ്ഞത്? ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നിങ്ങൾ പടച്ചോനും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? സൂറത്ത് മാഇദയുടെ 24-ാം സൂക്തം അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്ന മുഹാജിർ പറഞ്ഞപ്പോൾ മദീനക്കാരായ അൻസാരികളുടെ കൂട്ടത്തിൽ പലരും പറഞ്ഞു, ഫതമന്നൈനാ മഅശറൽ അൻസാർ, മദീനക്കാരായ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി, അല്ലൗ ഖുൽനാ കമാ ഖാലൽ മിഖ്ദാദു അഹബ്ബു ഇലൈനാ മിൻ അൻ യകൂന ലനാ മാലുൻ അളീം. ആ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു മോറൽ സപ്പോർട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപാട് സമ്പത്ത് ലഭിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷമാകുമായിരുന്നു. ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ്. സത്യം കൊണ്ട്, സത്യത്തിന്റെ കാരണത്താൽ, അങ്ങനെ വ്യാഖ്യാനമുണ്ട് ഇവിടെ. സത്യത്തിന്റെ കാരണത്താൽ, സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ സമ്പത്ത്, അതിന്റെ കാരണത്താൽ തങ്ങളെ വീട്ടിൽ നിന്ന് അല്ലാഹു തആല പുറത്തിറക്കി. വൈന്ന ഫരീഖം മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, മുസ്ലിമീങ്ങളുടെ സംഘം ആളുകൾ അത് വെറുക്കുന്നുണ്ട് എന്നതോടൊപ്പം തന്നെ. എന്നാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചോദ്യത്തിന് പിന്നീട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവും സപ്പോർട്ട് കൊടുത്തു.
അതേപോലെ തന്നെ മദീനക്കാരായ അൻസാരികളുടെ ഔസ് ഖസർജ് ഗോത്രത്തിന്റെ നേതാക്കളായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുണ കൊടുത്തു. അങ്ങനെ യുദ്ധത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുകയാണ്. ഇതാണ് യുജാദിലൂനക ഫിൽ ഹഖ്, സത്യത്തിൽ അവർ തങ്ങളോട് തർക്കിക്കുന്നു. അതായത് യുദ്ധമാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ വിഷയത്തിൽ തങ്ങളോട് തർക്കിക്കുന്നു. ബഅദമാ തബയ്യന, വ്യക്തമായതിനു ശേഷം, അതായത് ശത്രുക്കളെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം എന്തിനാണ് അങ്ങനെ ഒരു പോരാട്ടത്തിന് നമ്മൾ പോണത്, നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങി വന്നിട്ടില്ലല്ലോ എന്നത് ചിലർ പറഞ്ഞു. പക്ഷേ കാരണമായി യുസാഖൂനയിൽ മൗത്തി, ഒരു മരണത്തിലേക്ക് വിളിക്കപ്പെടുന്നത് പോലെ വഹും യൻദുറൂന, നോക്കിക്കൊണ്ടിരിക്കെ മരണത്തിലേക്ക് വിളിക്കപ്പെടുന്നത് പോലെ ഒരു വെറുപ്പ് അവർക്കുണ്ടായി തുടക്കത്തിൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ മുഴുവനും മനസ്സിനെ ആ വിഷയത്തിലേക്ക് ഒരുമിപ്പിച്ചു നിർത്തുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ബദർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വിജയം കൊണ്ട് മുസ്ലിമീങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിന് ചരിത്രം ബാക്കി പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.